ഹലോ അസ്സാം വലൈക്കും. അപ്പോൾ ഞാൻ വന്നിട്ടുള്ളത് എൻ്റെ ഉമ്മാൻ്റെ വീട്ടിലത്തെ കുറച്ച് വിശേഷങ്ങളാണ് കേട്ടോ. ഇപ്പോൾ രാവിലെ തന്നെ എണീറ്റ് ഞങ്ങൾ കാഴ്ചകളൊക്കെ ഇങ്ങനെ ആസ്വദിക്കുകയാണ് കേട്ടോ. ഇവിടുത്തെ കാടൊക്കെ വെട്ടിയിട്ട് താഴേക്ക് നല്ല വ്യൂ ഉണ്ട് കേട്ടോ. അപ്പോഴാണ് ഞങ്ങളെ കണ്ണിലൊരു ചക്ക പെട്ടത്. ഇപ്പം നെടിച്ചക്ക ഉപ്പേരി ഉണ്ടാക്കിയാലോ വിചാരിച്ചിട്ട് ഞാനും അമ്മോനും ഉമ്മയൊക്കെ താഴേക്ക് പോയി ചക്ക ഇട്ടു കേട്ടോ. ഒരു കുത്തനുള്ള സ്ഥലമായതുകൊണ്ട് ചക്ക കിട്ടാൽ താഴേക്ക് ഉരുണ്ട് പോകട്ടോ. പിന്നെ താഴത്തുനിന്ന് ഏറ്റി കൊണ്ടുവരണം മുകളിലോട്ട്. അപ്പം അതിന് കുട്ടികളൊക്കെ എല്ലാം ഉണ്ട്, ഓലൊക്കെ പോകും കേട്ടോ. അപ്പോൾ ഞങ്ങൾ അങ്ങനെ 2 ചക്ക ഇട്ടു കേട്ടോ. ചക്കൊക്കെ കൊടുന്ന് വെച്ച് ഇവിടെ ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് കുഞ്ഞാമ്മ മുറ്റടിക്കണതിൻ്റെ ഇടയിൽ എന്തോ പരിപാടി ഉണ്ട് കേട്ടോ. അപ്പോൾ നോക്കുമ്പോൾ നമ്മളൊരു ഇല കൊണ്ട് ഇങ്ങനെ കൈമിൽ സ്കെച്ച് അടിക്കൂലേ, അത് പറിക്കുകയാണ് കേട്ടോ. ഞങ്ങൾ രാവിലേക്കൊക്കെയുള്ള ചായ ഉണ്ടാക്കുകയാണ്. അതിൻ്റെ കൂട്ടത്തിൽ ഓട്ടടക്കില്ല മാവും അരിക്കണുണ്ട് കേട്ടോ ഉമ്മമ്മ. അതിലേക്ക് നല്ല മീനിൻ്റെ തല മുളകിട്ട കറിയാണ് കേട്ടോ. സീഡ് മീനാണ്. പിന്നെ അതിൻ്റെ ഇടയിൽ എനിക്ക് ഗ്യാസിൻ്റെ ഗുളി കുടിക്കാണ്ടായിട്ട് വേറെ വയറ്റിൽ അതൊക്കെ കുടിച്ച് കുറച്ച് നേരമൊക്കെ പുറത്ത് കൂടെ നടന്നതിന് ശേഷം ചായ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. മീൻ കറിയും കൂടി റെഡി ആവാനുള്ളൂ കേട്ടോ. കുറച്ച് കോവക്ക ഉണ്ടായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതും കൂടി പറിച്ചിട്ട് പൊരിക്കാമെന്ന് വിചാരിച്ചു. മീൻ പൊരിക്കുന്ന കൂട്ടത്തിൽ ഞങ്ങൾ അതും പറിച്ചു കേട്ടോ. മക്കൾക്ക് ഉമ്മാൻ്റെ വീട്ടിലെത്തിയപ്പോൾ പണ്ടത്തെ നൊസ്റ്റാൾജിക് കളികളാട്ടോ. നമ്മൾ പ്ലാവിൻ്റെ ഇല അങ്ങനെ ഈർക്കിലൊക്കെ കുത്തിയിട്ട് കൂരിയൊക്കെ ആക്കിയിട്ടുണ്ട് കേട്ടോ. ഒക്കെ നീളത്തിൽ 4 കഷ്ണങ്ങളാക്കിയിട്ടാണ് കേട്ടോ പൊരിക്കണത്. മീനിൻ്റെ മസാല തന്നെ അയിക്കൂട്ടിട്ട് അങ്ങനെ കായം പറ്റി വെക്കുകയാണ്. കൂട്ടത്തിൽ മുളക് ഇടുന്നുണ്ട് കേട്ടോ മീനിൻ്റെ തല. ഉമ്മമ്മ ഓട്ടട ഉണ്ടാക്കാൻ വേണ്ടി തുടങ്ങുകയാണ് കേട്ടോ. ഉമ്മമ്മേൻ്റെ അടുപ്പും വിറക് പുരിയും ഒക്കെ കാണാൻ ഒരു പ്രത്യേക രസമാണ് കേട്ടോ. മക്കൾ രണ്ടാളും നല്ല തകർത്ത കളിയിലാണ് കേട്ടോ. അപ്പോൾ പിന്നെ അവളെ കളിയൊക്കെ കഴിഞ്ഞതിന് ശേഷം കുളിപ്പിച്ചതിന് ശേഷം കേട്ടോ ഞാൻ ചായ എടുക്കാണ്ട് ഉള്ളിൽ കൊണ്ടുപോയത്. ഇടിച്ചക്കൊക്കെ മുറിച്ച് വെക്കാം കേട്ടോ അതിൻ്റെ വളഞ്ഞേന് കളയാൻ വേണ്ടി. പിന്നെ ഞങ്ങൾ സാഹസികമായിട്ട് നമ്മളുടെ കർമൂസ എടുക്കുകയാണ് കേട്ടോ. മരം താഴേക്ക് കുണ്ടുക്കായിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ ഞങ്ങൾ കൊക്കൊണ്ട് വലിച്ചിട്ട് മരം മുറിയാത്ത ടൈപ്പിൽ ഞങ്ങൾ അതിൽ എടുക്കുകയാണ് കേട്ടോ. അതും അപ്പം തന്നെ വൃത്തിയാക്കി വെക്കുകയാണ് കേട്ടോ. അരിഞ്ഞ് ഓട്ടയുടെ ചുട്ട് അടുപ്പത്തൊക്കെ വെച്ചാൽ പെട്ടെന്നാവുമല്ലോ. അപ്പോൾ ഒരു കണ്ട അത്ഭുതം കേട്ടോ. നമ്മളെ കർമ്മസത്തൈൻ്റെ ഉള്ളിൽ ചെറിയൊരു കുട്ടി കേട്ടോ. അപ്പോൾ ഇതിന് ഓട്ടടി മീൻകറിയൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി ഒന്നിച്ചിരിക്കുക കേട്ടോ. ഫുഡൊക്കെ കഴിച്ചിരിക്കുകയാണ്. പിന്നെ ഞങ്ങളൊന്ന് പുറത്ത് പോയി ഫുഡൊക്കെ ആക്കിയതിന് ശേഷം അപ്പോൾ കഴിച്ചിട്ടുണ്ട് കേട്ടോ. ഉമ്മമാൻ്റെ വീടിൻ്റെ അടുത്ത് തന്നെ ഇഷ്ടം പോലെ ചുള്ളിക്കണ്ട്. അറിയോ അറിയില്ല കേട്ടോ എല്ലാവർക്കും. ചെറിയൊരു റെഡ് കളറായി ഒരു ബ്ലാക്ക് കളറായി വരും. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ.